ഹേ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവരുടെ ഈദും നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു വിചാരിക്കുന്നു. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പോവാണ്. കിടന്നത് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. എന്നാലും കുഴപ്പമില്ല, കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് പോയി ആദ്യം തന്നെ ബ്രഷ് ചെയ്തു. പിന്നെ മെഹന്തിയൊക്കെ കളഞ്ഞ്, അതായത് നമ്മൾ ഇട്ട അതൊക്കെ കളഞ്ഞ് പുറത്ത് പോയി നോക്കിയപ്പോൾ വല്യമ്മയും അനിയനും പള്ളി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ രണ്ടുപേരും കൂടി നേരെ പള്ളിക്കൊക്കെ പോയി. പിന്നെ നമുക്കുള്ള മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ കിച്ചൺ പോയിട്ട് ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. യൂഷ്വലി നമ്മൾ പെരുന്നാളിൻ്റെ ദിവസത്തിലൊക്കെ ഹെവി ആയിട്ടുള്ള ഫുഡൊക്കെയാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഈ ഹെവി ഫുഡ് എന്ന് പറയുന്നത് നമ്മളെ പൂരി, പൊരിച്ച പത്തിരി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഞങ്ങൾ ഉണ്ടാക്കൽ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെറൈറ്റി എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്കാണ് വെറൈറ്റി. ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഉണ്ടാക്കലെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ പണിയൊക്കെ ഇമ്മാക്ക് കൊടുത്തു. ഇമ്മാക്ക് ഈ കട്ടിങ് അരിയില്ല, അങ്ങനത്തെ പരിപാടിയൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അതൊക്കെ ഞാനാണ് ചെയ്യൽ. നമ്മളെ ഉപ്പേരിക്കുള്ള സാധനങ്ങളൊക്കെ അരിയുക, പിന്നെ അതേപോലെ ചിക്കനിൽ മസാല വയ്ക്കുക, അത് പൊരിക്കുക, പായസം ഉണ്ടാക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഞാനാണ് ചെയ്യൽ. പിന്നെ ചോറൊക്കെ ഉണ്ടാക്കൽ അതൊക്കെ ഉമ്മ. പിന്നെ അതേപോലെ ചായക്കടി അതൊക്കെ ഉണ്ടാക്കൽ ഉമ്മയാണ്. അപ്പോൾ ആ പരിപാടി ഉമ്മ കണ്ടു കൊടുത്തു. അങ്ങനെ നല്ല പഴുത്ത പഴമായതുകൊണ്ട് കുറച്ച് ടാസ്ക് ഉണ്ടായിരുന്നു ഉണ്ടാക്കാൻ. അങ്ങനെ ഞാൻ ആ ടൈം കൊണ്ട് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചു. അതായത് ഉപ്പേരി കട്ട് ചെയ്ത് വെച്ചു, ചിക്കന് കഴുകി അത് ഫുള്ള് ഡ്രൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേന് നിസ്കാരം കഴിഞ്ഞിട്ട് വെല്ലിപ്പയും മേളാപ്പയും പിന്നെ അതേപോലെ ആപ്പാപ്പയും എല്ലാവരും വന്ന്, ആപ്പാപ്പ സർപ്രൈസായിട്ട് ഈദായിട്ട് വന്നാണ്. അപ്പോൾ ഇവർ നേരെ നമ്മളെ വീട്ടിൽ വരും, വെല്ലിപ്പം നേരെ തറവാട്ടിക്കും പോവും. അങ്ങനെയാണ്. അപ്പോൾ ഒരു വന്ന് നമ്മളോട് കുറച്ച് നേരം ഈദ് മുബാറക്ക് പറഞ്ഞ് കുറച്ച് നേരം സംസാരിച്ചിരിക്കും. പിന്നെ നമ്മൾ എന്താണോ ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഓർക്ക് നമ്മൾ ആകെ വരൽ ഓരാണ്. അപ്പോൾ നമ്മൾ തറവാട്ടിലുള്ളവർക്ക് വരും. അപ്പോൾ നമ്മൾ അതൊക്കെ കൊടുക്കും. പിന്നെ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കും. അതിന് ശേഷം ഇതാണ് എൻ്റെ വെല്ലിപ്പ ആൻഡ് എൻ്റെ എളാപ്പ. അപ്പോൾ ഓർക്ക് രണ്ടാൾക്കും ഒരു പൂതി, എന്തോരം ഫോട്ടോ എടുക്കണമെന്ന്. അപ്പോൾ ഇങ്ങനത്തെ സൗഹാർദ്ദത്തിലൊന്നും നമുക്ക് വളരെയധികം ചുരുക്ക സമയങ്ങളിലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്തിൽ നമുക്ക് കിട്ടിയതല്ലേ വിചാരിച്ചിട്ട് ഞാൻ രണ്ടാളും കൂടി നേരെ ഫോട്ടോ എടുക്കാൻ കൊണ്ടുപോയി. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ചായ എടുക്കാൻ വന്നിരുന്നത്. ഞാനും മമ്മിയും ഇമ്മയും കൂടി ചായ എടുക്കാൻ വന്നിരുന്നത്. അപ്പോൾ എൻ്റെ കസിൻസൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു ഉമ്മാൻ്റെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു കണ്ട്. അപ്പോൾ ഓരോട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പഴംപൊരിയും കഴിക്കുന്നുണ്ട്. പിന്നെ പഴുത്ത പഴമായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആപ്പാപ്പ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആപ്പാപ്പനോട് നമ്മൾ കോളേജിലത്തെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് പെരുന്നാളൊക്കെ ആയിട്ട് ലീവിന് വന്നതാണ്. അങ്ങനെ ഉമ്മ കോഫി ഉണ്ടാക്കിയെന്ന് പഴംപൊരി ഉണ്ടാക്കിയെന്ന്. അങ്ങനെ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ആൾ വരണേ. ഇതാണ് ബിൻഷ. നിങ്ങൾക്ക് അറിയുണ്ടാവും, എൻ്റെ കുറേ വീഡിയോസിലൊക്കെ കാണുന്നതന്നെയാണ്. എൻ്റെ കൂടെ +1 +2 ഉള്ളതാണ്. അപ്പോൾ ഞങ്ങൾ എന്താണോ പരിചയപ്പെട്ടത് ആ ഒരു തുടക്കം മുതലേ ചെറിയ പെരുന്നാൾക്കും വലിയ പെരുന്നാൾക്കൊക്കെ ബിൻഷ രാവിലെ തന്നെ വരും. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് കുറച്ച് നേരം ഇങ്ങനെ ഓളെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഓൾ പോവും. പിന്നെ ഫുഡ് കഴിക്കാനുള്ള ടൈം ആകുമ്പോൾ ഞങ്ങൾ വീണ്ടും കൊണ്ടുവരും. അങ്ങനെ ഓൾ ഡ്രസ്സ് ലൂസായതുകൊണ്ട് ഞാൻ പിന്നൊക്കെ കുത്തി ഓളെ ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ്. പിന്നെ ഓളെ കൂടെ തന്നെ ഭയങ്കര ഷൈ ആയിട്ടുള്ള ഓളെ അനിയനുണ്ട്. ആൾക്ക് എന്നെ കാണാനും എൻ്റെ അടുത്തേക്ക് വരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ആൾക്ക് എവിടെ നിന്നാണ് ഇങ്ങനത്തെ കുറവ് വരുന്നതെന്നുള്ളത് ഓനക്കും അറിയില്ല, എനിക്കും അറിയില്ല. അങ്ങനെ പിന്നെ കിച്ചണിക്ക് ചെന്നപ്പോൾ ഇതിൻ്റെ അടുത്ത പരിപാടികൾ, അതായത് ഉപ്പേരി അരിഞ്ഞിട്ട് മാത്രം കാര്യമില്ല, അത് കുക്ക് ചെയ്യും കൂടി വേണം. അങ്ങനെ ഞാൻ ചിക്കൻ പൊരിക്കലും ഉപ്പേരി ഉണ്ടാക്കലും ഒക്കെ ശരപ്പടയിച്ചിട്ട് തീർക്കുക. കാരണം ഇന്ന് ഞാൻ കുറച്ച് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ പണിയൊക്കെ തീർത്ത് പോകാമെന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഉപ്പേരി ഉണ്ടാക്കലും ചിക്കൻ പൊരിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പായസം ഉണ്ടാക്കാനും പപ്പടം പൊരിക്കാനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പായസം പാല് ചൂടാക്കണമല്ലോ, അപ്പോൾ ഞാൻ പാലൊക്കെ ഒഴിച്ചു. പിന്നെ നമ്മളെ മലയാളികളുടെ യൂഷ്വൽ കാര്യം, അതായത് എന്ത് സാധനത്തിലും കുറച്ച് വെള്ളം കുലുക്കി ഒഴിക്കുക. അങ്ങനെ പാല് ഫുള്ള് ഒഴിച്ചതിന് ശേഷം അതിൽ ബാക്കി വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കി. പിന്നെ അതേപോലെ തന്നെ പപ്പടം പൊരിച്ചു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ലേറ്റ് ആയിരിക്കണം. അപ്പോൾ ഞാൻ വേഗം കുളിക്കാൻ പോയി. പിന്നെ ഇതാണ് എൻ്റെ ഡ്രസ്സ്, ഒരു മെറൂൺ കളറിലുള്ള അനാർക്കലിയാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു കോട്ടണിലാണ്, കൂടുതൽ വർക്കും കാര്യങ്ങളൊന്നുമില്ല. ഹെവി എനിക്ക് ഇടാനിഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ ഭയങ്കര കോട്ടൺ ടൈപ്പിൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഡ്രസ്സാണ് ചൂസ് ചെയ്തത്. അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിരുന്നു. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്.
അത് വീണ്ടും മുതൽ വന്നിക്കണേ. ചോറ് തിന്നാൻ വേണ്ടിയിട്ട് വീട്ടിൽ പോയിട്ട് കൊടുക്കുന്നതാണ്. ഉമ്മ നല്ല അടിപൊളി ബീഫ് ഉണ്ടാക്കും. എന്ത് ടേസ്റ്റാ. നമ്മളെ ഫുഡൊക്കെ റെഡിയാണ്. പപ്പടം കൂടി വരാണ്ട്. ബീഫുണ്ട്, അച്ചാറുണ്ട്, ചോറുണ്ട്, പുളിങ്കറി ഉണ്ട്, പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട്, കാബേജ് ഉണ്ട്, പിന്നെ ബീൻസ് ഉണ്ട്. ബീൻസ് ഇങ്ങോട്ട് തീരെ. അത് പിന്നെ എല്ലാ പെരുന്നാക്കും ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവും. വീട്ടിൽ നിന്ന് ചോറ് നിൽക്കണം. ഞങ്ങള് ഫുഡ് കഴിക്കാം. എന്താ ബീഫ് ഇടാത്ത? ബീഫ് ഇവിടെ എത്തിയില്ല. അത് ശരി, ഇടിടും. സൂപ്പർ. ആണെന്നറിയാം. അച്ചാറ്, ചിക്കന്, ബീഫ്, കാബേജ്, പപ്പടം. എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് റെഡി 1 2 3 സ്റ്റാർട്ട്. ഗൈസ്, ഉമ്മാന്റെ അച്ചാറ് വേണ്ടവര് കമന്റ് ചെയ്യാം. അപ്പൊ ഗൈസ്, നമ്മള് പായസം തിന്നാൻ പോവാണ് അടുത്തത്. അപ്പൊ നമ്മൾ ആദ്യം തിന്ന പാത്രത്തിന് പപ്പടം ഇങ്ങനെ ആക്കണം. ബിൻസാജ് കേൾക്കണില്ലേ? എന്നിട്ട് നമ്മളിങ്ങനെ പാലട പായസം ഇട്ടത് ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ മതി. ഇതിങ്ങനെ നീക്കി വെക്കാം. ഇട്ട് കുടിച്ചു. നമ്മളിതിങ്ങനെ ചോറ് കുഴക്കണ പോലെ ഇങ്ങനെ കുഴക്കണം. എന്നിട്ടിങ്ങനെ കണ്ടേ തിന്നുന്നത് പപ്പടം പാലടയും കൂടി കുഴച്ചിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇത് ബിൻസക്ക് കൊടുക്കാൻ പോണേ. നല്ല ചൂടില്ലേ? പൊള്ളിയില്ലേ? ഇങ്ങനെ വാ. ഞാൻ എക്സ്പ്രഷൻ കാണട്ടെ. ഓൾ തിന്ന് പൊള്ളിക്കണ സംഭവമാണ്. നമ്മൾ അത് നോക്കണത്. പിന്നെ ഇങ്ങനെ കുഴക്കുന്നു. പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം എല്ലാം പെട്ടെന്നായിരുന്നു. ഒരുങ്ങലും ഫോട്ടോ എടുക്കലും അതൊക്കെ ഊരിടലും ഒക്കെ. അപ്പോൾ ദിനുവിനെ ആദ്യം നമ്മൾ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോയാക്കും. എന്നിട്ട് ഞാനും ഉമ്മയും കൂടി പോവും. അങ്ങനെയിപ്പോൾ ഇവിടെ പ്ലാനിങ് നടക്കുന്നത്. അപ്പുറത്തെ വീട്ടിൽ പടക്കമൊക്കെ പൊട്ടുണ്ട്. സോ ഗൈസ്, നമുക്ക് പോവാം. നമ്മൾ ദിനുവിനെ ബസ്സൊക്കെ കയറ്റി വിട്ട് വന്നിക്കണേ. നമുക്ക് ബാഗൊന്ന് പാക്ക് ചെയ്തിട്ട് പോവാം. ഞങ്ങൾ ഈ പെരുന്നാൾക്ക് ട്രിപ്പ് പോക്കും അങ്ങോട്ട് പോക്കും ഒന്നുമില്ല. ആകെ പോക്കും ഉമ്മാൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ കുറച്ച് വെക്കേഷനൊക്കെ അല്ലേ വെച്ചിട്ട് എന്താ പറയുക, പാക്ക് ചെയ്യാൻ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എടുത്ത് വെച്ച് അപ്പോൾ നേരെ അങ്ങോട്ട് പോകാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ കുറച്ച് വിരിഞ്ഞവരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പോയിട്ട് പോവാൻ വിചാരിച്ച്. പിന്നെ ഇപ്രാവശ്യം നമ്മൾ പോകുമ്പോൾ സ്കിപ്പിനെയും കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഓനെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൻ്റെ മറ്റേ കൊട്ടൊക്കെ കൊടുന്നിങ്ങനെ. എന്നിട്ട് ഓനിപ്പോൾ വലുതായതുകൊണ്ട് ആ കൊട്ടയിൽ കൊള്ളുമെന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല, ഞാൻ അതിൽ ഓനെ അടക്കി പെറുക്കി എടുത്ത് വെച്ച്. പിന്നെ ഓനക്കൊരു പേടിയുണ്ടായിരുന്നു, എന്താ പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറ്റുന്നത്, ഒന്നുമില്ലാത്തൊരു പോക്കൊക്കെ എങ്ങടാ. കാരണം ഓനയിലിപ്പോൾ കെടുത്തലില്ല. അപ്പം അതിനെയും കൊണ്ട് ഓനക്കൊരിതുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല, നമ്മൾ സെറ്റാക്കി. അങ്ങനെ നമ്മൾ പോണ നേരത്ത് വല്യമ്മേനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് നമ്മളെ ലഗേജും പിന്നെ എൻ്റെ ബാഗും ഉമ്മാൻ്റെ ബാഗും സ്കിപ്പിനെയും ഒക്കെ എടുത്തിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളെ ഈദ് വ്ളോഗ്. ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഈദ് ഉണ്ടാവുക. ഹോപ്പി ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ട എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക. അപ്പോൾ ഫോട്ടോസ് നമ്മളിതിൽ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ.